So welcome to another episode of Review Talk. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേബി കെയർ ഡ്യൂറിങ് സമ്മർ. അപ്പോൾ ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞു മക്കളെയും നമ്മുടെ കുഞ്ഞു വാവുകളെയൊക്കെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ന്യൂ ബോൺസിനെ എങ്ങനെ കെയർ ചെയ്യണം, അതായത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ 3 മാസമൊക്കെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മൾ ന്യൂ ബോൺ ബേബീസിനെ വീട്ടിൽ കൊണ്ടുവരുമ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഫാനും എ സിയും ഉപയോഗിക്കാം, അതിന് യാതൊരു തടസ്സവും ഇല്ല. പക്ഷേ എ സി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ വെൻറ്റ് പ്രോപ്പർലി ക്ലീൻഡ് ആയിരിക്കണം, പ്രോപ്പർലി സർവീസ് ചെയ്തിട്ടുണ്ടാവണം. കാരണം നമ്മൾ വെൻറ്റ് തുറന്ന് നോക്കിയിട്ടുണ്ടോ, അതിൽ ഇഷ്ടംപോലെ പൊടിയും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഫംഗൽ ഗ്രോത്ത് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ക്ലീൻഡ് ആയിരിക്കണം ബേബി വരുന്നതിന് മുന്നേ തന്നെ. അതേപോലെ തന്നെ ഫ്രീക്വൻ്റ് ഇൻ്റർവൽസിൽ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഫാനും എ സിയും ഉപയോഗിക്കുമ്പോൾ അതിന് ഡിറക്റ്റ് കാറ്റ് കിട്ടുന്ന പോലെ കുഞ്ഞിനെ ഒരിക്കലും കിടത്തരുത്. റൂമിലൊരു തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടാവണം, പക്ഷേ നമ്മൾ ഫാനിൻ്റെ നേരെ ചോട്ടിലോ അല്ലെങ്കിൽ എ സിയുടെ വെൻറ്റില്ലേ അതിൽ നിന്ന് കാറ്റ് നേരെ കുഞ്ഞിൻ്റെ മേത്തേക്ക് വരുന്ന കണക്ക് ഒരിക്കലും കുഞ്ഞിനെ കിടത്തരുത്. അതിൽ നിന്ന് മാറ്റി വേണം കിടത്താനായിട്ട്. പിന്നെ നമുക്ക് പൊതുവേ ഉള്ളൊരു ഹാബിറ്റാണ് കുഞ്ഞിനെ നന്നായിട്ട് റാപ്പ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ കൂടുതൽ തുണി ഇടിപ്പിക്കും. പക്ഷേ ഈ സമ്മർ ടൈമിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. അവർക്ക് ശരിക്കും ഒരു കോട്ടൻ്റെ ഉടുപ്പും കുഞ്ഞി നാപ്പീസിൻ്റെയും ആവശ്യമുള്ളൂ. പിന്നെ ഡയപ്പർ ഉപയോഗിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഡയപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് തങ്ങി നിൽക്കും. കാരണം അവർ യൂറിനും സ്റ്റൂളും ഒക്കെ പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ ചൂട് തങ്ങി നിൽക്കാനും അവർക്ക് ഡയപ്പർ റാഷ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ വിയർപ്പൊക്കെ അടിഞ്ഞ് നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂറിന് ഇടവിട്ട് ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഒന്ന് മാറ്റി രണ്ടാമത് ഇടുന്നതിന് മുന്നേ ഒരു 15-20 മിനിറ്റ് വെറുതെ വിട്ടിരിക്കുക, അതായത് വെറുതെ കാറ്റൊക്കെ കൊണ്ട് കുഞ്ഞ് കിടക്കാൻ അനുവദിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇത് രണ്ടും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയപ്പർ യൂസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. തന്നെ നമ്മൾ ഈ കുറേ ബേബി ക്യാരിയേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ബേബി ക്യാരിയേഴ്സ് ഈ ചൂടത്ത് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത്രയും കവർ ചെയ്ത് വെക്കേണ്ട ഒരു കാലാവസ്ഥയല്ല ഈ ടൈമിലുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡ്രസ്സും പിന്നെ ചിലർ മിറ്റൻസും സോക്സും ഒക്കെ ഇടിക്കും. അതൊക്കെ ഇടിച്ചിട്ട് ഈ ബേബി ക്യാരിയറിൻ്റെ അകത്തേക്ക് കുഞ്ഞിനെ വെക്കുമ്പോഴത്തേക്കും ഹീറ്റ് ഭയങ്കരമായിട്ട് ട്രാപ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ഫേസൊക്കെ ചുമക്കുക, കുഞ്ഞ് ഭയങ്കരമായി വിയർക്കുക, അതുപോലെ തന്നെ കുഞ്ഞ് കരയും. ഓക്കെ, ഈ ചൂട് സമയത്ത് കുഞ്ഞ് കരയുവാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് നാപ്പി എന്തെങ്കിലും സുസു പോവുകയോ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുകയോ അപ്പിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ പാല് കുടിച്ചതിന് ഉടനെയാണെന്നുണ്ടെങ്കിൽ ഗ്യാസൊക്കെ തട്ടി നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ മിക്കവാറും ചൂട് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ചൂട് കാരണം ബേബീസ് കരയും. അപ്പോൾ അവരെ കുറച്ച് ഫ്രീ ആക്കി എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊതിഞ്ഞൊക്കെ കളഞ്ഞ് ഒന്ന് ഫ്രഷ് എയർ കിട്ടുന്ന കണക്ക് അല്ലെങ്കിൽ കുറച്ച് കാറ്റൊക്കെ കിട്ടുന്ന കണക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നത് നന്നായിരിക്കും. അപ്പം സെറ്റിൽ ആകുന്നുണ്ടോ എന്ന് നോക്കാം. കുഞ്ഞിനെ സസ്പെക്ട് ചെയ്യാം കുഞ്ഞിന് അധികമായിട്ട് ചൂടെടുക്കുന്നുണ്ട് എന്നുള്ളത്. ഒന്ന്, കുഞ്ഞിൻ്റെ ഫേസ്, കവിള് അവിടെയൊക്കെ ചുമന്ന് തുടങ്ങുക, അതുപോലെ തന്നെ ദേഹത്ത് കുഞ്ഞു കുഞ്ഞു കുരുപ്പുകൾ വരിക, അതുപോലെ തല ധാരാളമായിട്ട് വിയർക്കുക, ഇങ്ങനെയൊക്കെയുള്ള സൈൻസ് കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചൂട് പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ എന്തെങ്കിലും കവറിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക, കുറച്ച് നേരം എടുത്ത് കാറ്റ് കിട്ടുന്ന പോലെ നടക്കുക. ഓക്കെ, ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒത്തിരി തണുപ്പ് കുഞ്ഞിന് ആവശ്യമില്ല. ശരിക്കും കുഞ്ഞിന് എന്താണ്, ഒരു ഒത്തിരി തണുപ്പുമല്ല ഒത്തിരി ചൂടും അല്ലാത്തൊരു കാലാവസ്ഥയാണ് കുഞ്ഞിന് എപ്പോഴും നന്നായിട്ടുണ്ടാവുക. അപ്പോൾ എ സി വയ്ക്കുന്നവരാണെങ്കിൽ ഒരു 26-27 ഒക്കെ ആയിരിക്കും ഒരു ആമ്പിൾ തണുപ്പ് എന്ന് പറയുന്നത്. അത് ഒത്തിരി, അതായത് ഒരു 16 ഇടരുത്. അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് റാപ്പൊക്കെ ചെയ്ത് വെക്കേണ്ടി വരും. പക്ഷേ അത് കുഞ്ഞിന് ബുദ്ധിമുട്ടാണ്. അതിന് നല്ലത് ഫ്രീ ആയിട്ട് കിടത്തുക, ഒരു 26-27 എ സി സെറ്റ് ചെയ്യുക കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത്. അപ്പോൾ കുളിപ്പിക്കുന്നത് നമ്മൾ യൂഷ്വലി പൊക്കിൾക്കൊടി പൊഴിഞ്ഞതിന് ശേഷമാണ് ഫുള്ളായിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുളിപ്പിക്കാറ്. അതിന് മുന്നേ ചെറു ചൂടുവെള്ളം, അതായത് ചൂടെന്ന് പറയുമ്പോൾ കുഞ്ഞിന് ചൂടായിട്ട് തോന്നരുത്. ഓക്കെ, കുളിപ്പിക്കുന്ന വെള്ളം എപ്പോഴും ചൂടും തോന്നരുത് തണുപ്പും തോന്നരുത്. അതാണ് കറക്റ്റ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. കാരണം ഇത്രയും ചൂട് കാലാവസ്ഥയിൽ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് വീണ്ടും ചൂടുവെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാം വെള്ളത്തിൻ്റെ ഇത് കറക്റ്റാണെന്ന്? നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ കൈപ്പാത മുക്കി നോക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാകുമ്പോൾ നമുക്ക് ചൂട് കുറേ കൂടി സഹിക്കാൻ പറ്റും. അപ്പം ഏറ്റവും നല്ലത് നമ്മുടെ കൈമുട്ടൊന്നെങ്കിൽ മുക്കി നോക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ കവിളത്തൊഴിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ചൂടും തോന്നുന്നില്ല തണുപ്പും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് വെള്ളം കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട്. അപ്പോൾ പൊക്കിൾക്കൊടി പൊഴിഞ്ഞു പോകുന്നതിന് മുമ്പാണെങ്കിൽ നന്നായിട്ട് വെള്ളത്തിൽ മുക്കി തുടച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി പൊക്കിൾക്കൊടിയൊക്കെ പൊഴിഞ്ഞു അതൊക്കെ ഉണങ്ങി എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായി വെള്ളം ഒഴിച്ച് കുളിപ്പിക്കാം. 2 നേരം കുളിപ്പിക്കുന്നുണ്ട് യാതൊരു തെറ്റുമില്ല. ഒരു നേരം വേണമെങ്കിൽ മേല് മാത്രം കഴുകുകയും ഒരു നേരം തലയും ദേഹവും എല്ലാം കൂടി ചേർത്ത് കഴുകുന്ന പോലെയും ചെയ്യാം. ഇങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ ചെവിയുടെ ഉള്ളിൽ വെള്ളം പോകാതിരിക്കാൻ നോക്കണം, അത് മാത്രമേ ഉള്ളൂ. ഇത്രയും ചൂട് സമയമാണ്, അതിപ്പോൾ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുത്താൽ മതിയോ എന്നൊക്കെയുള്ള ചിന്ത വരുവാണെങ്കിൽ ഒന്നും നോക്കരുത്, ബ്രസ്റ്റ് മിൽക്കിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. കാരണം ബ്രസ്റ്റ് മിൽക്കിൽ ആവശ്യത്തിലധികം വെള്ളമുണ്ട്. ഓക്കെ, അതായത് ഒരു ആവശ്യത്തിന് കുഞ്ഞിന് ആവശ്യമായ വെള്ളം ബ്രസ്റ്റ് മിൽക്ക് കൂടി തന്നെ കിട്ടും. നമ്മൾ ഓവറായിട്ട്, ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്, ഓവറായിട്ട് വെള്ളം കൊടുക്കരുത്. കാരണം ഒന്നെന്ന് പറയുന്നത് കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ 2 എന്ന് പറഞ്ഞാൽ അവരുടെ വയറ്
തീരെ ചെറുതാണ്. അവരുടെ കൈ കണ്ടിട്ടില്ല, അത് ചുരുട്ടി പിടിച്ചാൽ എത്രയും ഉണ്ടാവും, അത്രയും ഉണ്ടാവുള്ളൂ അവരുടെ വയറ്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ദൈവം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി പാക്ക് ഡ്രിങ്ക് ആണ്. അത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒത്തിരി എനർജി അങ്ങനെയുള്ള രീതിക്കാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് നമ്മളൊരു 2 ടീസ്പൂൺ വെള്ളമോ അല്ലെങ്കിൽ 1 സ്പൂൺ വെള്ളമോ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഇവരുടെ വയറ് നിറഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ടാകും. അപ്പോൾ അത്രയും കുറച്ചേ അവർ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുള്ളൂ, അത്രയും കുറച്ച് കാലറീസേ അവർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് വെള്ളം കൊടുക്കരുത്. എത്ര ചൂടാണെങ്കിലും 6 മാസത്തെ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുഞ്ഞ് ഹൈഡ്രേറ്റഡ് ആണെന്ന് എങ്ങനെ തിരിച്ചറിയും? അവരുടെ യൂറിൻ്റെ നമ്പർ ഒരു 7 തവണയൊക്കെ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിനുള്ള വെള്ളം കുഞ്ഞിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ യൂറിൻ്റെ കളർ ഒത്തിരി കടുത്ത മഞ്ഞയോ അല്ലെങ്കിൽ അളവ് വളരെ കുറച്ച് പക്ഷെ കടുത്ത മഞ്ഞ അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, കുഞ്ഞിന് വെള്ളം കിട്ടുന്നത് കുറവാണ്. ഇത്രയാണ് നമ്മൾ ന്യൂ ബോൺസിനെ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി കുറച്ചുകൂടെ വലുതായ കുഞ്ഞുങ്ങൾ, അതായത് ഒരു 8 മാസം 1 വയസ്സ് അതിനൊക്കെ മുകളിലുള്ള കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ അവരുടെ ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം അവർ വേറെ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയില്ലേ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എത്ര കൊടുക്കാൻ പറ്റുമോ അതുപോലെ കൊടുക്കുക. കരിക്കിൻ വെള്ളം, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കാം. 1 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊക്കെ കൊടുക്കാം. 8 മാസം അല്ലെങ്കിൽ ഒരു 6 മുതൽ 8 മാസത്തിൽ കുഞ്ഞ് ബ്രസ്റ്റ് മിൽക്കും കുടിക്കുന്നുണ്ട്. 1 വയസ്സിൽ താഴെ ആകുമ്പോൾ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്കും കൂടെ കുടിക്കുന്നുണ്ട്, വലിയ പ്രശ്നമില്ല. 1 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം കൊടുക്കാൻ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ വീനിങ് ചെയ്തിട്ടുണ്ട്, അതായത് മുലപ്പാൽ കൊടുക്കുന്നില്ല കുഞ്ഞിനുണ്ടെങ്കിലും നമ്മൾ വെള്ളത്തിൻ്റെ എമൗണ്ട് നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അപ്പോഴും നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ നല്ല കടുത്ത മഞ്ഞയും വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ടാണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വെള്ളം ബോഡിയിലില്ല. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ഇൻടേക്ക് കൂട്ടണം. പിന്നെ പൊതുവേ കുഞ്ഞുങ്ങൾക്ക് എന്താ വെറും വെള്ളം കുടിക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പം കരിക്കും വെള്ളം അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കുറച്ച് ഉപ്പിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു വെറൈറ്റി ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രൂട്ട് ജ്യൂസ് ശരിക്കും ആവശ്യമില്ല, ഫ്രൂട്ട്സ് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതും കൂടുതലായിട്ട് ആഡ് ചെയ്യുക ഈ സമ്മർ ടൈമിൽ. പിന്നെ കുഞ്ഞുമക്കളാകുമ്പോൾ എന്താ, അവർ വെയിലത്തൊക്കെ കളിക്കാൻ പോകും. പക്ഷേ കളിക്കുന്ന ടൈമിൽ ഈ പീക്ക് ടൈം, അതായത് ഒരു നല്ല വെയിൽ വരുന്നൊരു 10 മണി സമയം തൊട്ട് വൈകുന്നേരം ഒരു 4 മണി വരെയൊക്കെ അവരെ വെയിലത്ത് കളിക്കാൻ വിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. തണലുള്ള സ്ഥലത്ത് കളിക്കാൻ അനുവദിക്കുക. കാരണം ഈ ഒരു വെയിലത്ത് പോകുമ്പോഴത്തേക്കും അവർക്ക് സൺബേൺ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞു മക്കളെ പറഞ്ഞില്ലേ, അവരുടെ ഫേസ് ചുമക്കുക, വിയർക്കുക, കുരുക്കൾ വരിക, ഇതൊക്കെ തന്നെയാണ് കുറച്ചുകൂടെ വലുതായ കുട്ടികൾക്കും ആദ്യം വരുന്ന സിമ്പിൾ. അതായത് അവർക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ചുമക്കുക, വിയർക്കുക, ഒരുപാട് വിയർക്കുക, യൂറിൻ്റെ അളവ് കുറയുക, യൂറിൻ പോകുന്ന എണ്ണം കുറയുക, പിന്നെ ദേഹത്തൊക്കെ ചുമന്ന കുരുക്കൾ വരിക എന്നൊക്കെ ഉള്ളതാണ് സയൻസ്. ഇനി ഈ കുരുക്കൾ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒന്ന് നമുക്ക് നന്നായിട്ട് കുളിപ്പിക്കാം. ഓക്കെ, അതായത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 നേരമോ കുറച്ചുകൂടെ വലിയ മക്കളാണെങ്കിൽ 3 നേരമോ ഒക്കെ കുളിപ്പിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ല. കുളിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു വിട്ടാലും മതി. ഇങ്ങനെ ഇതുപോലെ കുരുക്കൾ വരുന്നുണ്ട്, ഭയങ്കര ചൊറിച്ചിലുണ്ട്, ഭയങ്കര കരച്ചിലുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, സോ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ സമ്മർ ടൈമിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.